ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഫുട്ബോൾ കളിയുടെ ഒരു സീസണാണ് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് സെന്റൻസുകൾ പറയോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അധികമൊന്നും അറിയില്ല, എങ്കിലും നമ്മുടെ ഇംഗ്ലീഷ് ബേസ് ചെയ്ത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സെന്റൻസുകൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഫുട്ബോൾ സീസൺ തുടങ്ങി. ഫുട്ബോൾ സീസൺ തുടങ്ങി. ഈ ഫുട്ബോൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫുട്ബോൾ കളിയെ കുറിച്ച് നമ്മൾ പറയുന്നതിന് ഇംഗ്ലീഷിൽ സോക്കർ എന്നാണ് പറയാ കേട്ടോ. അപ്പൊ ഫുട്ബോൾ സീസൺ തുടങ്ങി എന്ന് പറയുമ്പം ദ സോക്കർ സീസൺ ഹാസ് സ്റ്റാർട്ടഡ്. ദ സോക്കർ സീസൺ ഹാസ് സ്റ്റാർട്ടഡ്. ഫുട്ബോൾ സീസൺ തുടങ്ങി. ഓക്കെ, മത്സരം 10 മിനിറ്റിനുള്ളിൽ തുടങ്ങും. മത്സരം 10 മിനിറ്റിനുള്ളിൽ തുടങ്ങും എന്നാണ്. ദ മാച്ച് സ്റ്റാർട്ട്സ് in 10 minutes. The match starts in 10 minutes. മത്സരം 10 മിനിറ്റിനുള്ളിൽ തുടങ്ങും. എല്ലാവരോടും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നിന്റെ പ്രിയപ്പെട്ട ഫുട്ബോൾ കളിക്കാരൻ ആരാണ്? അല്ലേ, എല്ലാവർക്കും ഒരു ഫേവറേറ്റ് കളിക്കാരൻ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ നമുക്കൊക്കെ ഇപ്പൊ മക്കളോടൊക്കെ ചോദിക്കാൻ പറ്റും, നിന്റെ ഫേവറേറ്റ് അല്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട ഫുട്ബോൾ കളിക്കാരൻ ആരാണ്? Who is your favorite soccer player? എന്താ ചോദിക്കുക? സോക്കർ പ്ലെയർ. സോക്കർ പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കാരൻ എന്നാണ്. അപ്പോ ഹു ഈസ് യുവർ ഫേവറേറ്റ് സോക്കർ പ്ലെയർ? ആരാണ് നിന്റെ പ്രിയപ്പെട്ട ഫുട്ബോൾ കളിക്കാരൻ? ഞങ്ങളുടെ ടീം മത്സരം ജയിച്ചു. ഞങ്ങളുടെ ടീം മത്സരം ജയിച്ചു. അവർ ടീം വോൺ ദ മാച്ച്. അവർ ടീം വോൺ ദ മാച്ച്. വോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചു എന്നാണ്. അവർ ടീം വോൺ ദ മാച്ച്. ഓക്കെ, അവർ അവസാന മിനിറ്റിൽ ഒരു ഗോൾ നേടി. അവർ അവസാന മിനിറ്റിൽ ഒരു ഗോൾ നേടി. എങ്ങനെ പറയാ? ദേ സ്കോർഡ് എ ഗോൾ ഇൻ ദ ലാസ്റ്റ് മിനിറ്റ്സ്. ദേ സ്കോർഡ് അല്ലെ, സ്കോർ ചെയ്യാ. ദേ സ്കോർഡ് എ ഗോൾ ഇൻ ദ ലാസ്റ്റ് മിനിറ്റ്. അവർ അവസാന മിനിറ്റിൽ ഒരു ഗോൾ നേടി. കാണികൾ ടീമിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നിങ്ങനെ പറയാ. കാണികൾ ടീമിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ദ ക്രൗഡ് ഈസ് ചിയറിംഗ് ഫോർ ദ ടീം. ദ ക്രൗഡ് ഈസ് ചിയറിംഗ് ഫോർ ദ ടീം. കാണികൾ ടീമിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കളി വളരെ ആവേശകരമായിരുന്നു. കളി വളരെ ആവേശകരമായിരുന്നു എന്ന് നമ്മളൊരു ഇത് പറയുമല്ലോ. ദ ഗെയിം വാസ് വെരി എക്സിറ്റിംഗ്. ദ ഗെയിം വാസ് വെരി എക്സിറ്റിംഗ്. നമുക്ക് ഒരുമിച്ച് ഫുട്ബോൾ മത്സരം കാണാം. നമുക്ക് ഒരുമിച്ച് ഫുട്ബോൾ മത്സരം കാണാം. നമുക്ക് കാണാം, ഫുട്ബോൾ മത്സരമാണ്. അതുകൊണ്ട് തന്നെ ലെറ്റ്സ് വാച്ച് ദ സോക്കർ മാച്ച് ടുഗദർ. ലെറ്റ്സ് വാച്ച് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കൗതുകപ്പെട്ട കാര്യം കാണുന്നത് പറയുകയാണെങ്കിൽ അവിടെ വാച്ച് യൂസ് ചെയ്യണം എന്ന് കഴിഞ്ഞ ദിവസം ഒരുപാട് പറഞ്ഞു അല്ലെ. ലെറ്റ്സ് വാച്ച് ദ സോക്കർ മാച്ച് ടുഗദർ. നമുക്ക് ഒരുമിച്ച് ഫുട്ബോൾ കളി കാണാം. കളിക്കാരന് മഞ്ഞക്കാർഡ് ലഭിച്ചു. കളിക്കാരന് മഞ്ഞക്കാർഡ് ലഭിച്ചു. എങ്ങനെ പറയാ? കഴിഞ്ഞ കാര്യമാണ്. ദ പ്ലെയർ റിസീവ്ഡ് എ യെല്ലോ കാർഡ്. ദ പ്ലെയർ റിസീവ്ഡ് എ യെല്ലോ കാർഡ്. ഈ ഗോൾ കളിയുടെ ഗതി മാറ്റി. ഈ ഗോൾ കളിയുടെ ഗതി മാറ്റി, അതായത് അവസ്ഥ മാറ്റി. ദ ഗോൾ ചേഞ്ച്ഡ് ദ ഗെയിം. ദ ഗോൾ ചേഞ്ച്ഡ് ദ ഗെയിം. സ്റ്റേഡിയം നിറഞ്ഞിരുന്നു. ദ സ്റ്റേഡിയം വാസ് ഫുൾ. ദ സ്റ്റേഡിയം വാസ് ഫുൾ. സ്റ്റേഡിയം നിറഞ്ഞിരുന്നു, ഫുള്ളായിരുന്നു. അവിടെ ധാരാളം ആരാധകരുണ്ടായിരുന്നു. അവിടെ ധാരാളം ആരാധകർ ഉണ്ടായിരുന്നു. മെനി ഫാൻസ് വേർ ദർ. മെനി ഫാൻസ് വേർ ദർ. റഫറി വിസൽ മുഴക്കി. എങ്ങനെ പറയാ? റഫറി വിസൽ മുഴക്കി. The referee blew the whistles. The referee blew the whistles. അതായത് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസൽ മുഴക്കി എന്നുള്ളതാണ്. റഫറി വിസൽ മുഴക്കി. കളി സമനിലയിൽ അവസാനിച്ചു അല്ലെ. എങ്ങനെയും സംഭവിക്കാറുണ്ടല്ലോ. കളി സമനിലയിൽ അവസാനിച്ചു. The game ended in a draw. The game ended in a draw. കളി സമനിലയിൽ അവസാനിച്ചു. അടുത്ത മത്സരത്തിനായി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പല സിറ്റുവേഷൻ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അടുത്ത മത്സരത്തിനായി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് മാച്ച്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് മാച്ച്. അടുത്ത ആ മത്സരത്തിനായി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവരുടെ ടീം തോറ്റു എന്ന് പറയാറുണ്ടല്ലോ. അവരുടെ ടീം തോറ്റു. എങ്ങനെ പറയാം? ദെയർ ടീം ലോസ്റ്റ്. ദെയർ ടീം ലോസ്റ്റ്. ഇനി പന്ത് പാസ് ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ പാസ് ദ ബോൾ. പന്ത് ചവിട്ടു. ഈ പന്ത് ചവിട്ടുന്നതിന് നമ്മൾ പറയുന്നതാണ് കിക്ക് ദ ബോൾ എന്നുള്ളത്. കിക്ക് ദ ബോൾ. ഓക്കെ, പന്ത് പിടിക്കൂ,
ക്യാച്ച് ദ ബോൾ. പന്ത് പിടിക്കൂ, ക്യാച്ച് ദ ബോൾ. പന്ത് ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ദ ബോൾ ഈസ് ഹിയർ. പന്ത് ഇവിടെയുണ്ട്. ഇനി പന്ത് അവിടെയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ദ ബോൾ ഈസ് ദർ. ദ ബോൾ ഈസ് ദർ. ഓക്കെ, നമുക്ക് ഫുട്ബോൾ കളിക്കാം. നമുക്ക് ഫുട്ബോൾ കളിക്കാം. ലെറ്റ്സ് പ്ലേ സോക്കർ. സോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ കളിയാണ് കേട്ടോ, മറക്കരുത്. ലെറ്റ്സ് പ്ലേ സോക്കർ. നമുക്ക് ഫുട്ബോൾ കളിക്കാം. എനിക്ക് ഈ ടീം ഇഷ്ടമാണെന്ന് എങ്ങനെ പറയാ? എനിക്ക് ഈ ടീം ഇഷ്ടമാണ്. ഐ ലൈക്ക് ദിസ് ടീം. ഐ ലൈക്ക് ദിസ് ടീം. ഇനി നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, ആരാ മത്സരത്തിൽ ജയിച്ചത്? ആരാ മത്സരത്തിൽ ജയിച്ചത്? കഴിഞ്ഞ കാര്യമാണ്. ഹു ഓൺ ദ മാച്ച്. ഹു ഓൺ ദ മാച്ച്. ആരാ മത്സരത്തിൽ ജയിച്ചത്? കളി കഴിഞ്ഞു. കളി കഴിഞ്ഞു, കളി അവസാനിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ദ ഗെയിം ഈസ് ഓവർ. ദ ഗെയിം ഈസ് ഓവർ. അത് നല്ല ഗോളായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് നല്ലൊരു ഗോളായിരുന്നു. ദാറ്റ് വാസ് എ ഗുഡ് ഗോൾ. ദാറ്റ് വാസ് എ ഗുഡ് ഗോൾ. അത് നല്ലൊരു ഗോളായിരുന്നു. അപ്പൊ ഇത്രയും സെന്റൻസ് ക്ലിയർ ആയല്ലോ. എനിക്ക് പറ്റുന്ന പരമാവധി സെന്റൻസുകളും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. അവൻ നല്ലൊരു കളിക്കാരനാണ്. അവൻ നല്ലൊരു കളിക്കാരനാണ് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സെന്റൻസുകൾ അറിയുമെങ്കിൽ അതും കമന്റ് ആയിട്ട് അറിയിക്കുക. എനിക്കും കൂടി മനസ്സിലാക്കാലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.